തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റ സമയത്ത് പാറമേക്കാവിൻ്റെ തിടമ്പേറ്റുന്നത് ഗുരുവായൂർ നന്ദനും തിരുവമ്പാടി വിഭാഗത്തിൻ്റെ തിരുവമ്പാടി ചന്ദ്രശേഖരനുമാണ്. കരിവീരന്മാരെ ഏറ്റവും മനോഹരമായി നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് ഇരു ദേവസ്വങ്ങളും. തിരുവമ്പാടി ചന്ദ്രശേഖരനോടൊപ്പമാണ് നമ്മളുള്ളത്. നമുക്ക് ചന്ദ്രശേഖരൻ്റെ വിശേഷങ്ങൾ അറിയാം. 7ാമത്തെ വർഷമാണ് തിരുവമ്പാടി ചന്ദ്രശേഖരനെ മെയിൻ പൂരത്തിന് കയറ്റി നിൽക്കുന്നത്. 2000-ലാണ് ആന നമ്മുടെ കേരളത്തിലെത്തുന്നതും 2003 തൊട്ട് നമ്മുടെ ശിവസുന്ദർ എഴുന്നള്ളിച്ച ആദ്യത്തെ പൂരം തൊട്ടാണ് തൃശ്ശൂർ പൂരത്തിന് 13ാമത്തെ ആനയായിട്ട് ആന പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും തിരുവമ്പാടി ചന്ദ്രശേഖരനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു ആനയാണ്. ആനക്കാരോടായിക്കോട്ടെ, അതിൽ ആനയെ സ്നേഹിക്കുന്ന ആൾക്കാരോടടക്കം വളരെ അടുപ്പവും സ്നേഹം കാണിക്കുന്ന ഒരു ആനയാണ്. തിരുവമ്പാടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞൊരു 10-51 കൊല്ലമായിട്ട് തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി ദേവസ്ഥങ്ങളിലെ ആനകളാണ് കയറ്റി നിൽക്കാറ്. അത് നിങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമല്ലേ? സ്വന്തം ആനയെ തന്നെ എല്ലാ തവണയും തിടമ്പേറ്റാൻ കഴിയുന്നു അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനമാണ്. തിരുവമ്പാടി ഭഗവാന്റെയും ഭഗവതിയുടെ ആനയെ തന്നെ തൃശ്ശൂർ പൂരത്തിന് കയറ്റി നിൽക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ലല്ലോ. നല്ല തലയെടുപ്പുള്ള ഒരു ആനയ്ക്ക് മാത്രമല്ലേ തിടമ്പേറ്റാൻ കഴിയുകയുള്ളൂ. ആ പൂരങ്ങളിലെ പൂരമായി തൃശ്ശൂർ പൂരമായതുകൊണ്ട് ആനകളിലെ ആനയെ വേണം തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിക്കാൻ. അതാണല്ലോ അത് ചെയ്താലാണല്ലോ പൂരമാവുന്നുള്ളൂ. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ചന്ദ്രശേഖരനെ പറയുകയാണെങ്കിൽ ആനയുടെ നിലവ്, നാടൻ ആനകളെ കിടപിടിക്കുന്ന രീതിയിലുള്ള ഭംഗിയാണ്. ഇപ്പോൾ ആന കൊമ്പായിക്കോട്ടെ, ആന തലക്കുന്നിയായിക്കോട്ടെ, അതിന് ഏറ്റവും പ്രത്യേകതയുള്ളത് ആന കോലം കയറ്റി നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ നിലവ് നിൽക്കുന്നത് ആനക്കാരുടെ അനുമതിയില്ലാതെ തന്നെ ആനയുടെ ഇഷ്ടത്തിന് തന്നെ ആന നിലവ് നിൽക്കുന്ന ഒരു ആനയാണ്. ഇതിൻ്റെ ഒന്നാം പാപ്പനായ മഹേഷും നമ്മളോടൊപ്പം ഉണ്ട്. മഹേഷിനോടും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ചികിത്സ പോലെ ആണില്ലേ ആന? എന്തൊക്കെയാണ് ചെയ്യുന്നത് ഈ ദിവസങ്ങൾ? ആനയ്ക്ക് രാവിലെ ഈത്തപ്പഴാവില് കൊടുക്കും, പിന്നെ ചോറ്, വൈകുന്നേരത്തെ ചോറ്, കഞ്ഞി അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കും. പിന്നെ ദിവസം കുളിപ്പിക്കുന്നു, പിന്നെ പട്ട, പുല്ല്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ റെസ്റ്റാണ്. ഇനിയിപ്പോൾ അവിടുത്തെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ റെസ്റ്റ് വരുന്നതാണ്. കൊടിയേറ്റം കഴിഞ്ഞ് വന്നു, ഇനിയിപ്പോൾ പൂരത്തിനാണ് ഞങ്ങൾ പോവുള്ളൂ. മനുഷ്യനെ നോക്കുന്ന പോലെ നോക്കണം. മനുഷ്യനല്ലേ, കുട്ടികളെ നോക്കുമ്പോൾ നോക്കണം. ഏകദേശം എത്ര ആനകൾ ഈ പൂരത്തിൻ്റെ മൊത്തം പരിപാടിയിൽ പങ്കെടുക്കുന്നു? തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് ഏകദേശം വേണ്ടത് 90 തൊട്ട് 100 ആനകളെങ്കിലും വേണം. തൃശ്ശൂർ പൂരത്തിന് നമ്മുടെ തിരുവമ്പാടിക്കും പാറമേക്കാവിനും മാത്രമല്ല ഘടകപൂരങ്ങൾക്കും ആനകളെ കൊടുക്കുന്നത് ഇരു ദേവസ്വങ്ങളുമാണ്. അപ്പോൾ ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് ഒരു 45-46 ആനകൾ വേണം. ഇന്നത്തെ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം വിഷുവിൻ്റെ സമയത്തായിരുന്നു തൃശ്ശൂർ പൂരം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 4-5 ഉത്സവങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലിസ്റ്റിലിട്ടപ്പോൾ 45-46 ആന ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം ഫിറ്റ്നസ് ടെസ്റ്റ് കിട്ടി എല്ലാം പാസ്സായി വന്ന ഏകദേശം 28 ആനകളാണ്. അപ്പോൾ ഈ 28 ആനകളെ വെച്ച് നമുക്ക് ഒരിക്കലും പൂരം നടത്താൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ഈ ചരിത്രപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം ഉൾപ്പെടെ പല ഉത്സവങ്ങളും ഭാവിയിൽ നടക്കാൻ ഇല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലാണ് പോകുന്നത്. അപ്പോൾ ആനകളില്ലെങ്കിൽ ഒരു പൂരങ്ങൾ നടക്കില്ലല്ലോ. അപ്പോൾ ആനകളുടെ ഷോർട്ടേജ് വല്ലാണ്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആനകളെ ലേലം ചെയ്ത ദിവസങ്ങൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആനകളെ കൊണ്ടുവരാനുള്ള ഒരു NOC കൊടുത്തില്ലെങ്കിൽ തൃശ്ശൂർ പൂരം മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ ഉത്സവങ്ങളും ഇല്ലാണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കും ഈ പൂരം നിലനിന്ന് പോകണം. കാരണം കേരളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. ലോകത്തിന് മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അതിന് കാഴ്ചക്കാർ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ലോകമെമ്പാടുമുണ്ട്. അപ്പോൾ അത് തുടർന്ന് പോകാൻ വേണ്ടിയുള്ള ഇടപെടൽ സർക്കാരിൻ്റെ കൂടി ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് പൂരപ്രേമികളുടെ ആവശ്യം. ആന്റണി ഗ്രിഗറിക്കൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.